ഈ വീഡിയോ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ കാരണങ്ങൾ, ഫലങ്ങൾ, അതിന്റെ ചരിത്രം, ഭാവിയിലെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ 7 ഭാഗങ്ങളുള്ള പരമ്പരയിലെ ഒന്നാണ്. ഒരു പൂർണ്ണമായ ചിത്രം ലഭിക്കാൻ ഈ പരമ്പര മുഴുവനായി കാണുക. 1979-ലെ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇതാദ്യമായി ഇങ്ങനെയൊരു വലിയ നേതൃത്വ പ്രതിസന്ധി നേരിടുകയാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അപ്രതീക്ഷിത മരണം പിൻഗാമിയെ കണ്ടെത്താനുള്ള ഭരണഘടനാപരമായ നടപടികൾക്ക് വഴിയൊരുക്കിയെങ്കിലും യഥാർത്ഥത്തിൽ സാഹചര്യം വളരെ സങ്കീർണമാണ്. രാജ്യത്തിനകത്ത് വലിയ അധികാരതർക്കങ്ങളും പ്രാദേശികമായ പ്രത്യാഘാതങ്ങളും ഇതിനുണ്ട്. ഇതൊരു സാധാരണ അധികാര കൈമാറ്റം മാത്രമല്ല, ഇറാന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നിർണായക ഘട്ടമാണിത്. അതിന്റെ അലയൊലികൾ പശ്ചിമേഷ്യയിലും അതിനപ്പുറവും ഉണ്ടാകും. വലിയ പ്രാധാന്യമുള്ള കാര്യമാണിത്. രാജ്യത്തിന്റെ ആണവായുധ മോഹങ്ങൾ, പ്രാദേശിക പ്രോക്സി ശൃംഖലകൾ, ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരത എന്നിങ്ങനെ പല കാര്യങ്ങളെയും ഇത് നേരിട്ട് ബാധിക്കും. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് ഒരു താൽക്കാലിക നേതൃത്വ സമിതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ്, ജുഡീഷ്യറിയുടെ തലവൻ, ഗാർഡിയൻ കൗൺസിലിലെ ഒരു അംഗം എന്നിവരാണ് ഈ സമിതിയിലുള്ളത്. ഷിയ പുരോഹിതന്മാരുടെ ശക്തമായ സമിതിയായ 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഒരു സ്ഥിരം പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ താൽക്കാലിക സമിതി രാജ്യത്തിന്റെ ഭരണം നടത്തും. എന്നാൽ ഒരു പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രക്രിയ രഹസ്യ സ്വഭാവമുള്ളതാണ്. പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് രഹസ്യമായാണ് ചർച്ചകൾ നടക്കുന്നത്. അതുകൊണ്ട് പ്രധാന സ്ഥാനാർത്ഥികളെക്കുറിച്ചോ അണിയറയിലെ ചരടുവലികളെക്കുറിച്ചോ അറിയാൻ ബുദ്ധിമുട്ടാണ്. അവസാനമായി ഇങ്ങനെയൊരു മാറ്റം നടന്നത് 1989-ൽ ആയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ മരണശേഷമാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളും രാജ്യത്തിനകത്തെ ഭരണകൂടത്തോടുള്ള എതിർപ്പുകളും വർദ്ധിച്ചുവരുന്ന ഈ സമയത്ത് ഇറാന്റെ സ്ഥാപനങ്ങൾ, വിവിധ ഗ്രൂപ്പുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ കെട്ടുറപ്പ് ഈ സാഹചര്യത്തിൽ പരീക്ഷിക്കപ്പെടും. ഇതിന്റെ ഫലം ഇറാന്റെ ആഭ്യന്തര സാഹചര്യങ്ങളെ മാത്രമല്ല, അതിന്റെ വിദേശനീതിയും പ്രാദേശിക നിലപാടുകളെയും പതിറ്റാണ്ടുകളോളം സ്വാധീനിക്കും. ഈയൊരു നിമിഷത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പരമോന്നത നേതാവിനാണ് അവിടെ പരമാധികാരം. കാര്യനിർവഹണ, നിയമനിർമ്മാണ, നീതിന്യായ വിഭാഗങ്ങളിൽ വരെ വലിയ അധികാരങ്ങളുള്ള അന്തിമ തീരുമാനമെടുക്കുന്നയാളും സൈനിക മേധാവിയുമൊക്കെയാണ് അദ്ദേഹം. മതപരമായ തത്വങ്ങളും ജനാധിപത്യപരമായ കാര്യങ്ങളും കൂടിച്ചേർന്ന ഈയൊരു പ്രത്യേക സംവിധാനത്തിൽ പരമോന്നത നേതാവിലും ഗാർഡിയൻ കൗൺസിലിലുമായിരുന്നു എപ്പോഴും വലിയ അധികാരം കേന്ദ്രീകരിച്ചിരുന്നത്. ഭരണഘടനാപരമായി പരമോന്നത നേതാവിനെ നിയമിക്കാനും മേൽനോട്ടം വഹിക്കാനും ആവശ്യമെങ്കിൽ നീക്കം ചെയ്യാനുമുള്ള അധികാരങ്ങളുണ്ടായിട്ടും അസംബ്ലി ഓഫ് എക്സ്പെർട്സ് ഇതുവരെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇറാനിലെ 2 പരമോന്നത നേതാക്കളുടെയും തീരുമാനങ്ങളെ അവർ ഒരിക്കലും പരസ്യമായി ചോദ്യം ചെയ്തിട്ടില്ല. ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് അനൌദ്യോഗികമായ അധികാരഘടനകൾക്ക് അവിടെ എത്രത്തോളം സ്വാധീനമുണ്ടെന്നും വിശ്വസ്തർക്ക് മാത്രം ഈ സഭയിൽ എത്താൻ കഴിയൂ എന്ന് ഉറപ്പുവരുത്തുന്ന സൂക്ഷ്മമായ പരിശോധനാ പ്രക്രിയയെക്കുറിച്ചുമൊക്കെയാണ്. ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിൽ മേഖലയിലെ വർദ്ധിച്ച സംഘർഷങ്ങളുടെ പശ്ചാത്തലവുമുണ്ട്. അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളും നിലവിലുള്ള സംഘർഷങ്ങളുമെല്ലാം ഈ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഭരണകൂടത്തിന് പലപ്പോഴും ജനകീയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്രൂരമായ അടിച്ചമർത്തലുകളിലൂടെയാണ് ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ടത്. ഇപ്പോഴും ജനങ്ങളിൽ വലിയൊരു വിഭാഗം അസംതൃപ്തരാണ്. അതുകൊണ്ട് തന്നെ പിൻഗാമിയെക്കുറിച്ചുള്ള ചോദ്യം ആരാണ് അടുത്തത് നയിക്കുക എന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഈ ഭരണകൂടം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആഭ്യന്തര ഭിന്നതകളെയും ബാഹ്യ സമ്മർദ്ദങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെക്കുറിച്ചുകൂടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനുള്ള സ്ഥാപനപരമായ തയ്യാറെടുപ്പുകൾ പതിറ്റാണ്ടുകളായി അവിടെയുണ്ട്. ഏത് ആഘാതങ്ങളെയും അതിജീവിക്കാനും ഭരണപരമായ തുടർച്ച ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരുടെ മരണമടക്കമുള്ള ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുടെ വ്യാപ്തി മുമ്പെങ്ങുമില്ലാത്ത അനിശ്ചിതത്വത്തിലേക്കാണ് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. ഈ മാറ്റം ഈ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് ഒരു വലിയ പരീക്ഷണമായിരിക്കും. തങ്ങളുടെ ആന്തരിക കാര്യങ്ങളെയും അധികാരം നിലനിർത്താനുള്ള കഴിവിനെയും അവർക്ക് വീണ്ടും വിലയിരുത്തേണ്ടി വരും. പുതിയ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് അസംബ്ലി ഓഫ് എക്സ്പെർട്സ് എന്നൊരു സമിതിയാണ്. 88 ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇതിലുള്ളത്. ഓരോ 8 വർഷം കൂടുമ്പോഴും ഇവരെ തിരഞ്ഞെടുക്കും. പക്ഷേ ഈ സമിതിയിലേക്ക് മത്സരിക്കാൻ വരുന്നവരുടെ യോഗ്യതകൾ ഗാർഡിയൻ കൗൺസിൽ എന്നു പേരുള്ള മറ്റൊരു സമിതിയാണ് പരിശോധിക്കുന്നത്. സുപ്രീം ലീഡർ നേരിട്ടോ അല്ലാതെയോ നിയമിക്കുന്നവരാണ് ഈ ശക്തമായ കൗൺസിലിലെ അംഗങ്ങൾ. ഈ പരിശോധന കാരണം വോട്ടർമാർക്ക് തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കുറയുന്നു. ഭരണകൂടത്തിന് താൽപര്യമുള്ളവർ മാത്രം ഈ സമിതിയിലെത്തുന്നുവെന്നും ഇത് ഉറപ്പാക്കുന്നു. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് യഥാർത്ഥ ജനാധിപത്യപരമല്ല എന്നൊരു വിമർശനം വ്യാപകമായുണ്ട്. പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ കുറച്ച് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. യോഗ്യതയുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനായിരിക്കണം, നീതിമാനും ഭക്തനുമായിരിക്കണം, രാഷ്ട്രീയ, സാമൂഹിക കാര്യങ്ങളിൽ നല്ല അറിവും നേതൃത്വപാഠവുമുള്ള ആളായിരിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകളുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിനെ പലപ്പോഴും സ്വാധീനിക്കുന്നത് ഉന്നതരായ ആളുകൾ തമ്മിലുള്ള വിലപേശലുകളും ശക്തരായ സ്ഥാപനങ്ങളുടെ താൽപര്യങ്ങളുമെല്ലാമാണ്. കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഈ രഹസ്യമയമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നത് നിലവിലെ സുപ്രീം ലീഡറുടെ അടുത്ത വൃത്തങ്ങളും കോമിലെ മതപഠനശാലകളിലെ പ്രധാന പുരോഹിതന്മാരും പിന്നെ ഏറ്റവും പ്രധാനമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGCയും ഒക്കെയാണ്. സുപ്രീം ലീഡറോട് നേരിട്ട് കൂറ് പുലർത്തുന്ന ഒരു പ്രത്യേക സൈനിക വിഭാഗമാണ് ഈ IRGC. സൈനിക, രഹസ്യാന്വേഷണ മേഖലകളിൽ മാത്രമല്ല, അതിനപ്പുറം രാഷ്ട്രീയം, വിദ്യാഭ്യാസം, സാമ്പത്തികം എന്നീ മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ഇവർക്കിപ്പോഴുണ്ട്. വിപ്ലവ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഇവരുടെ പ്രധാന ദൗത്യമാണ്. ഇത് കാരണം ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലുമെല്ലാം IRGCക്ക് വലിയ സ്വാധീനമുണ്ട്. പലപ്പോഴും രാജ്യത്തെ പ്രസിഡന്റിനേക്കാൾ ശക്തിയുള്ളവരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. ഒരു സ്ഥിരം നേതാവിനെ എത്രയും വേഗം നിയമിക്കണമെന്ന IRGCയുടെ നിർബന്ധം ഈ പിൻഗാമി തിരഞ്ഞെടുപ്പിൽ ഇവർക്കുള്ള നിർണായകമായ പങ്ക് വ്യക്തമാക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വെറുമൊരു മതപരമായ ചടങ്ങോ ഭരണഘടനാപരമായ നടപടിക്രമമോ മാത്രമല്ല, മറിച്ച് ഈ ഉന്നത കേന്ദ്രങ്ങൾക്കിടയിൽ ആർക്കാണ് കൂടുതൽ ശക്തി എന്നതിനെ പ്രതിഫലിക്കുന്ന ഒരു തന്ത്രപരമായ തീരുമാനമാണത്.
ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അങ്ങ് ഇറാന്റെ അതിർത്തിയും കടന്ന മേഖലയിലെ സ്ഥിരതയെയും ആഗോള ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ഭാവിയെയും ഒക്കെയാണ് ബാധിക്കാൻ പോകുന്നത്. ഭരണഘടനയിൽ ഒരു സുഗമമായ അധികാര കൈമാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ഉറപ്പല്ല. ഇറാന്റെ രാഷ്ട്രീയത്തിൽ വിഭാഗീയ പോരാട്ടങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. യാഥാസ്ഥിതികർ, പരിഷ്കർത്താക്കൾ, മിതവാദികൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഓരോ കൂട്ടർക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഈ തമ്മിലടി ഒന്നുകൂടി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇത് ഭരണകൂടത്തിലെ ഉന്നതർക്കിടയിലെ വലിയ വിടവുകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. IRGCയും മറ്റ് സുരക്ഷാ സേനകളും ആഭ്യന്തര നിയന്ത്രണം നിലനിർത്തുന്നതിലും ഈ ദുർബലമായ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങളോ അശാന്തമായ കാര്യങ്ങളോ നിയന്ത്രിക്കുന്നതിലും ഒരു നിർണായക പങ്ക് വഹിക്കും. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള അവരുടെ കഴിവും മനസ്സും ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ഒരു പ്രധാന ഘടകമായിരിക്കും. വിദേശനയത്തിന്റെ കാര്യത്തിലും വലിയ ആശങ്കകളുണ്ട്. ഇറാന്റെ വിദേശനയം പലപ്പോഴും വ്യക്തികളെക്കാൾ ഉപരി അവിടുത്തെ സ്ഥാപനപരമായ താൽപര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. എങ്കിലും ഒരു പുതിയ പരമോന്നത നേതാവിന് അവരുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള നിലപാടുകൾ, പ്രോക്സി മിലിഷ്യകൾക്കുള്ള പിന്തുണ, മേഖലയിലെയും ആഗോള ശക്തികളുമായുള്ള ബന്ധങ്ങൾ എന്നിവയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അമേരിക്കയും ഇസ്രായേലുമായി വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ നിറഞ്ഞ ഇപ്പോഴത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാന്റെ വിദേശനയം, പ്രത്യേകിച്ചും ചൈന, റഷ്യ പോലുള്ള കിഴക്കൻ ശക്തികളിലേക്കുള്ള അവരുടെ തന്ത്രപരമായ മാറ്റം തുടരാനാണ് സാധ്യത. പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതികളിൽ വ്യത്യാസം വരാം. ഈ ആഭ്യന്തര അധികാര പോരാട്ടത്തിന്റെ ഫലം അന്താരാഷ്ട്ര സുരക്ഷയിൽ ആഴത്തിലുള്ളതും ദീർഘകാലത്തേക്കുള്ളതുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി ലോകം ഉറ്റുനോക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇറാനിലെ അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതൊരു വെറും ഭരണഘടനാപരമായ കാര്യം മാത്രമല്ല. അത് അവിടുത്തെ ഭരണകൂടത്തിന് എത്രത്തോളം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നും ഭരണവർഗത്തിനുള്ളിലെ അധികാര സന്തുലനം എങ്ങനെയാണെന്നും അളക്കുന്നൊരു വലിയ പരീക്ഷണമാണ്. പരമോന്നത നേതാവിന്റെ മരണശേഷം ഉടൻ കണ്ട കാഴ്ച ഒരു ആഘാതത്തെയും ഉൾക്കൊള്ളാൻ കഴിയും വിധം ചിട്ടപ്പെടുത്തിയൊരു സംവിധാനമാണ്. സുരക്ഷാ സേനകൾ വേഗത്തിൽ രംഗത്തിറങ്ങി ക്രമസമാധാനം ഉറപ്പാക്കി ഭരണപരമായ കാര്യങ്ങൾ താൽക്കാലികമായി കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികളും ഒരുക്കി. പക്ഷേ ഈ തുടക്കത്തിലെ സ്ഥിരതയൊന്നും അത്ര ഉറപ്പുള്ളതല്ല. ഈ അടിയന്തര സാഹചര്യം ഒന്ന് ശാന്തമായാൽ മതി. വിവിധ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഇതുവരെ അടക്കിവെച്ച കിടമത്സരങ്ങൾ വീണ്ടും തലപൊക്കും. ഭരണരീതി, സാമ്പത്തിക കാര്യങ്ങൾ, ഇറാൻ ലോകരാജ്യങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നതിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും ഇതിനു പിന്നിൽ. ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ഉത്തരം കണ്ടെത്തേണ്ടി വരിക. അതുകൊണ്ട് ഈ അധികാര തർക്കങ്ങൾ ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഇറാൻ ഇനി ഏതു വഴിക്കാണ് പോകുന്നത് എന്നതിന്റെ ഒരു പ്രധാന സൂചനയായിരിക്കും. വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താനും നിലവിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാജ്യത്തെ നയിക്കാനും കഴിവുള്ള ഒരാളായിരിക്കുമോ ആ സ്ഥാനത്ത് വരുന്നത്? അതോ ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോഴുള്ള ഭിന്നതകളെ കൂടുതൽ വഷളാക്കുമോ? IRGC അഥവാ റവല്യൂഷണറി ഗാർഡ്, അവിടുത്തെ പുരോഹിത വർഗം, ടെഹ്റാനിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ പങ്ക് ഈ കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഇറാനിലെ കാര്യങ്ങൾ സ്ഥിരതയോടെ പോയില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ സമാധാനത്തെയും ലോകത്തിന്റെ സുരക്ഷയെയും ദൂരവ്യാപകമായി ബാധിക്കുമെന്ന് ലോകം തിരിച്ചറിയണം. അതുകൊണ്ട് ജാഗ്രതയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കണം. ഈ അധികാര കൈമാറ്റത്തിന്റെ സങ്കീർണതകൾ ശരിയായി മനസ്സിലാക്കിയാൽ മാത്രമേ പശ്ചിമേഷ്യയുടെ ഭാവി എങ്ങോട്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയൂ. ടെഹ്റാനിൽ നടക്കുന്ന സംഭവങ്ങൾ വരും വർഷങ്ങളിൽ ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക.